എല്ലാ ഖുർആനും, ലോകത്തുള്ള എല്ലാ ഖുർആനും ഒരേ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. എത്ര പഴക്കമുള്ള രേഖ നമ്മൾ കണ്ടെടുക്കുമ്പോഴും അതിൽ ഇന്നത്തെ ഖുർആനുമായിട്ട് ഒരു അക്ഷരം പോലും അതിൽ മാറ്റുള്ളതായിട്ട് കാണുന്നില്ല. ഇപ്പൊ നമുക്കറിയാം 2015 UK ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അവര് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഖുർആന്റെ കൈയെഴുത്ത് പ്രതി അവർ കണ്ടെടുക്കുകയുണ്ടായി. ഹിജാസി സ്ക്രിപ്റ്റിൽ രചിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഖുർആന്റെ കോപ്പി അവർക്ക് ലഭിച്ചു. അത് അവർ റേഡിയോ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായി അത് 1370 വർഷം പഴക്കമുണ്ട സ്ക്രിപ്റ്റ്. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അവർ പറയുന്നത് ഇത് എഴുതിയ വ്യക്തി തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരിക്കണം, അതല്ലെങ്കിൽ പ്രവാചകനോട് സംസാരിച്ചൊരു വ്യക്തി ആയിരിക്കണം ഇത് എഴുതിയതെന്നാണ് അതിനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ അവർ പറഞ്ഞത്. The parts of the Quran that are contained in those fragments are very similar indeed to the Quran as we have it today. And so this tends to support the view that the Quran that we now have is more or less very close indeed to the Quran as it was brought together in the early years of Islam. 1370 വർഷം പഴക്കമുള്ള സ്ക്രിപ്റ്റ് നമ്മൾ അതെടുത്തിട്ട് ഇന്നത്തെ ഏറ്റവും നൂതനമായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഒരു ഖുർആനുമായിട്ട് അവര് താരതമ്യം ചെയ്ത് നോക്കിയ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു അക്ഷരം പോലും മാറ്റില്ല, അതേ രൂപത്തിൽ ഖുർആന് നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഏതു രൂപത്തിലാണോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ കൽബിലേക്ക് നിക്ഷേപിച്ചത് അതേ രൂപത്തിൽ ഇന്നും നിരവധി ആളുകളുടെ കൽബിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആ പരിശുദ്ധ ഖുർആൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരക്ഷരം അതിൽ ആരെങ്കിലും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാൽ ഉടനത് പിടിക്കപ്പെടും. അതേ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുള്ളത്. ലോകത്ത് ഏത് കോണിൽ നിങ്ങൾ പോയാലും, ചൈനയിൽ പോയാലും അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കുഗ്രാമത്തിൽ പോയി നിങ്ങൾ നോക്കിയാലും ഒരേ ഖുർആനെ നിങ്ങൾ കാണുകയുള്ളൂ. എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ഒരേ ഒരു ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്തിലെ ഏത് പള്ളിയിൽ പോയി നിങ്ങൾ നമസ്കരിച്ചാലും എല്ലാ ഇമാമും പാരായണം ചെയ്യുന്നത് ഒരേ ഖുർആനാണ്. ആ ഇമാമിന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ പിറകിൽ മഅ്മൂമീങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ ശബ്ദം കേൾക്കും. അയാൾ ഓതുന്ന ഭാഗം എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉടൻ തന്നെ അത് തിരുത്താൻ പിറകിൽ ആളുണ്ടാകും. സുബ്ഹാനല്ലാഹ്. 10,000-കണക്കിന് പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ജീവിച്ചിരിക്കുന്ന ഖുർആൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്കെ, ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും നശിച്ചു. നമ്മുടെ കമ്പ്യൂട്ടറും എല്ലാം എന്തെങ്കിലും ഒരു വൈറസ് വന്നിട്ട് ലോകത്തുള്ള മൊത്തം ടെക്നോളജിയും നശിച്ചു. അത് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കത്തി നശിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലൊരു ട്രാജഡി ലോകത്ത് സംഭവിക്കുകയാണെങ്കിൽ വെറും 24 മണിക്കൂർ സമയം കൊണ്ട് ഓരോ ജില്ലയിലും, അതും വേണ്ട ഓരോ ഗ്രാമത്തിലും പരിശുദ്ധ ഖുർആനെ വെറും 24 മണിക്കൂർ കൊണ്ട് പുനഃസൃഷ്ടിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും. ചിന്തിച്ചു നോക്കുക.